അയോധ്യ രാമക്ഷേത്രത്തിലേക്ക് പൊതുജനങ്ങളെ രാവിലെ 6:30 മണിക്ക് തന്നെ പ്രവേശിപ്പിച്ചു തുടങ്ങി. കൊടും തണുപ്പിനെ അവഗണിച്ച് ലക്ഷക്കണക്കിന് ആളുകൾ അയോധ്യയിൽ തമ്പടിച്ചിരിക്കുന്നു. ക്ഷേത്രത്തിന്റെ സുരക്ഷാ ചുമതല CRPF-ൽ നിന്ന് ഉത്തർപ്രദേശ് പോലീസിന്റെ പ്രത്യേക സംഘം ഏറ്റെടുക്കുമെന്നും രാധാകൃഷ്ണൻ റിപ്പോർട്ടിൽ പറയുന്നു. രാധാകൃഷ്ണൻ ചേരുന്നു അയോധ്യയിൽ നിന്ന് തത്സമയം. രാധാകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. വല്ലാത്ത ശൈത്യമാണ്, അതിശൈത്യമാണ് അവിടെ നിന്ന് മനസ്സിലാക്കുന്നു. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, രാധാകൃഷ്ണൻ വിജയകുമാർ 2 ദിവസങ്ങളായി അവിടെ എങ്ങനെ പിടിച്ചു നിൽക്കുന്നു. രാധാകൃഷ്ണൻ കുറച്ച് മുമ്പേ ചെന്നല്ലോ അവിടെ. അപ്പോൾ അയോധ്യയിലെ ഇപ്പോഴത്തെ തണുപ്പും കാലാവസ്ഥയും സാഹചര്യവും എങ്ങനെയാണ്? ഈ അയോധ്യയിലെ തണുപ്പ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് 10 ഡിഗ്രിയിൽ താഴെയാണ്. അത് പകൽ സമയത്തും അങ്ങനെ തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. രാത്രിയിൽ 3 ഡിഗ്രി വരെയൊക്കെ തണുപ്പ് വരുന്നുണ്ട്. എന്നാൽ ഈ തണുപ്പൊന്നും ഇവിടെ എത്തുന്നവരെ സംബന്ധിച്ച് കാര്യം ആക്കാത്ത ഒരു അവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇന്ന് വലിയ മഞ്ഞും കൂടി വന്നിരിക്കുന്നു. പക്ഷേ ആ മഞ്ഞ് ഉണ്ടെങ്കിലും ഈ സരയുവിൽ രാവിലെ കുളിച്ച് ഈ ക്ഷേത്ര ദർശനത്തിന് വേണ്ടിയിട്ട് ആയിരങ്ങൾ എത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. കാരണം ഈ പൊതുജനങ്ങൾക്ക് ദർശനം ഇന്നു മുതലാണ് അനുവദിച്ചു തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ വന്ന് തമ്പടിച്ച ആളുകൾ അവർ ഈ കാലാവസ്ഥയും ഒക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഇവിടെ വന്ന് തമ്പടിച്ചത്. നിരവധി കുട്ടികളടക്കവും സ്ത്രീകളടക്കവുമുള്ള നിരവധി ആളുകളാണ് ഈ വിധത്തിൽ ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. അങ്ങനെയുള്ള ആളുകൾ രാവിലെ മുതൽ തന്നെ ഇവിടേക്ക് എത്തിത്തുടങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ മലയാളികളായിട്ടുള്ള കുറെ ആളുകളും ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ കൊട്ടാരക്കരയിൽ നിന്ന് വന്ന ഒരു സംഘത്തെ നമുക്കിവിടെ കാണാൻ സാധിച്ചു. നമുക്ക് അവരോടൊരു ചെറിയ വിശേഷം ചോദിച്ചതിന് ശേഷം മടങ്ങി. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു കാലാവസ്ഥ? നന്നായിട്ടുണ്ട്. ഞങ്ങൾ ഇന്നലെ വന്നു. ഓർമ്മ വെച്ച നാൾ മുതലുള്ള ആഗ്രഹമാണ് അയോധ്യയിൽ ഒന്ന് സന്ദർശിക്കണമെന്ന്, രാമനെ കാണണമെന്നുള്ളത്. അതെന്തായാലും സാധ്യമായി. വളരെയധികം സന്തോഷം. കൊട്ടാരക്കര മേലിലാണ്, ശ്രീകണ്ഠനാഥന്റെ സ്ഥലത്താണ് നമ്മുടെ സ്ഥലം. ഈ പ്രതിദിന പൂജകൾ ഒക്കെ ഇന്ന് തുടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈ പുരാതന ക്ഷേത്രത്തിൽ അഥവാ ഈ താൽക്കാലിക ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്ന പ്രതിദിന പൂജകൾ അതേപടിയാണ് ഈ ക്ഷേത്രത്തിലും നടത്തുക. രാവിലെ 6:30-ക്ക് ആരതി ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ വലിയ രീതിയിലേക്ക് ആളുകളെ കയറ്റി വിട്ടു തുടങ്ങിയത്. ഇന്ന് ഈ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു നിയന്ത്രണം മുന്നോട്ട് വയ്ക്കാൻ പറ്റാത്തൊരവസ്ഥ പോലീസിന് മുന്നിലുണ്ട്. കാരണം അത്രയ്ക്ക് ജനങ്ങളുടെ ഒരു പ്രവാഹമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഓരോ സമയം കഴിയുന്തോറും വലിയ രീതിയിലുള്ള തിരക്കിലേക്ക് കാര്യങ്ങൾ വരുന്നു. കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ നിന്ന് ഏതാണ്ട് മീറ്ററുകൾ മാത്രം അകലെ മാത്രമാണ് ക്ഷേത്രം. ഇവിടെ നിന്ന് നമുക്ക് ഈ മഞ്ഞുകൊണ്ടാണ് കാണാനായിട്ട് സാധിക്കാത്തൊരു സാഹചര്യം ഉള്ളത്. ഏതായാലും അല്പ സമയം കഴിയുമ്പോഴേക്കും കൂടുതൽ ആളുകൾ ഇവിടെ എത്തുമ്പോൾ പോലീസിന്റെ ഈ നിയന്ത്രണം ആദ്യ ദിവസമായതുകൊണ്ട് തന്നെ, പ്രത്യേകിച്ച് ഉത്തർപ്രദേശ് പോലീസ് ആദ്യമായിട്ട് ഏറ്റെടുത്തിരിക്കുന്ന ദിവസം കൂടിയാണ് ഇന്ന്. CRPF ഉണ്ട് എങ്കിലും ഉത്തർപ്രദേശ് പോലീസിന്റെ നിയന്ത്രണത്തിലാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഈ തിരക്ക് എങ്ങനെ നിയന്ത്രിക്കും എന്നതിനെ സംബന്ധിച്ച് ഇത്രയും ദിവസം കാത്തുനിന്ന ആ ജനങ്ങളുടെ ഒരു കാത്തിരിപ്പിനൊടുവിൽ കിട്ടുന്ന ഒരു അവസരം എന്ന രീതിയിൽ അവർ ഒരു വലിയ വൈകാരികമായിട്ടാണ് ഇതിനോടൊക്കെ പ്രതികരിക്കുകയും ചെയ്യുന്നത്. പോലീസിന് അതൊരു വലിയ വെല്ലുവിളിയാണ്. ഏതായാലും ദർശനം ആരംഭിച്ചിരിക്കുന്നു. നിരവധി ആളുകൾ പല ഭാഗങ്ങളിൽ നിന്ന്, രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഏതെങ്കിലും വിധത്തിൽ ഉച്ചയ്ക്ക് അടക്കം ക്ഷേത്രം അടയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഉണ്ടാകില്ല. ആരതി കഴിഞ്ഞിട്ട് ഏതാണ്ട് 10 മിനിറ്റ് മാത്രമായിരിക്കും ഇന്ന് അടക്കമുള്ള ഈ തിരക്ക് പരിഗണിച്ചുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട്. ഇവിടെ എത്തുന്നവരെ സംബന്ധിച്ച് അവർക്ക് മടങ്ങിപ്പോകാൻ ആവശ്യമായിട്ടുള്ള വാഹന സൗകര്യം, ട്രെയിൻ ഇന്നുകൂടി ഇല്ലാത്തൊരു അവസ്ഥയുണ്ട്. അത് നാളെ മുതലായിരിക്കും. അപ്പോൾ ഒരു ഗതാഗത സുഗമമാകുന്നതും നാളെ മുതലൊക്കെ മാത്രമേ ആവുകയുള്ളൂ. നഗരം ജനനിബിഡമാണ്, കനത്ത തണുപ്പാണ്. അതിനെ അതിജീവിച്ചുകൊണ്ടാണ് ജനങ്ങൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഉള്ളവരെ മാത്രമല്ല, പുറത്തുനിന്ന് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ അയോധ്യയുടെ പുറം ഭാഗങ്ങളിൽ വന്ന് തമ്പടിച്ചിരിക്കുന്ന ആളുകളൊക്കെ ഇന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കാൽനടയായാണ് അവർ പലരും വരുന്നത്. ആ കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. താങ്ക് യു രാധാകൃഷ്ണൻ.